ഗൾഫിലെ അവധിക്കാലവും ഓണം സീസണുമൊക്കെ കണക്കിലെടുത്ത് യാത്രക്കാരെ കൊള്ളയടിക്കാൻ വീണ്ടും വിമാന കമ്പനികൾ ഇന്ത്യയിലേക്കുള്ള വിമാനയാത്രാ നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തിൽ ദുബായിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര ചെയ്യാൻ 2 ലക്ഷത്തിലധികം രൂപയാണ് ടിക്കറ്റ് നിരക്കാവുക. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് വ്യോമയാന രംഗത്തുണ്ടായ അനിശ്ചിതത്വവും ഗൾഫിലെ അവധിക്കാലവും കേരളത്തിലെ ഓണം സീസണുമെല്ലാം കൃത്യമായി മുതലെടുക്കുകയാണ് വിമാന കമ്പനികൾ. ഈ മാസം അവസാനവും അടുത്ത മാസം ആദ്യവുമായി ഗൾഫിലെ സ്കൂളുകളിൽ അവധി തുടങ്ങുന്നതോടെ ടിക്കറ്റ് നിരക്കും കുത്തനെ കൂടും. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ വിമാനത്താവളങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഇരട്ടിയോളമാണ് വർദ്ധിക്കുക. ഡൽഹി, ഹൈദരാബാദ്, ബംഗളൂരു തുടങ്ങിയ വിമാനത്താവളങ്ങളിലേക്കുള്ള നിരക്കിൽ 3 ഇരട്ടിയോളം വർധനയുണ്ട്. ഓണ സീസണായ ഓഗസ്റ്റിലാണ് ഏറ്റവും ഉയർന്ന നിരക്ക്. ഓണ സീസണിൽ ഒരാൾ ദുബായിൽ നിന്നും കൊച്ചിയിൽ പോയി തിരിച്ചു വരണമെങ്കിൽ 7500 ദിർഹം അഥവാ 2,07,000 രൂപയോളം നൽകണം. അച്ഛനും അമ്മയും 2 മക്കളുമുള്ള ഒരു കുടുംബം അവധിക്ക് നാട്ടിൽ പോയി തിരിച്ചു വരണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവിടേണ്ട അവസ്ഥയാണ്. തിരുവനന്തപുരം, കോഴിക്കോട് വിമാനത്താവളങ്ങളിലേക്കും ഇതുതന്നെയാണ് സാഹചര്യം. ഓഗസ്റ്റ് അവസാനം വരെ ഉയർന്ന നിരക്കാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. ഇത്തിഹാദ്, എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ്, എയർ അറേബ്യ, ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങി UAE-യിൽ നിന്നും സർവീസ് നടത്തുന്ന എല്ലാ വിമാന കമ്പനികളും ഇന്ത്യൻ കമ്പനികളും നിരക്ക് കൂട്ടിയിട്ടുണ്ട്. സെപ്റ്റംബറിൽ ഗൾഫിലെ സ്കൂളുകളിൽ അധ്യയനം പുനരാരംഭിക്കുന്നതിനാൽ സെപ്റ്റംബർ 2ാം വാരം വരെയും ഉയർന്ന നിരക്ക് നൽകേണ്ടി വരും. ജീവിത ചെലവിനൊപ്പം ഉയർന്ന ടിക്കറ്റ് നിരക്ക് കൂടിയായതോടെ അവധിക്കാലത്തും ഓണത്തിനും നാട്ടിൽ പോകേണ്ടെന്ന തീരുമാനത്തിലാണ് നിരവധി പ്രവാസികൾ. മാതൃഭൂമി ന്യൂസ്, ദുബായ്.